നമ്മളെല്ലാ ആഴ്ചയും ചെയ്യുന്ന പോലെ തന്നെ വീക്കിലി വന്നിട്ടുള്ള അപ്ഡേറ്റിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. കുറച്ച് ബൈക്കിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബൈക്കിൻ്റെ പ്രൈസും കുറഞ്ഞിട്ടുണ്ട്. ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് ഒരുപാട് ബൈക്കിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ബൈക്കിനാണ് പ്രൈസ് കുറഞ്ഞിട്ടുള്ളത് നോക്കാം. കവാസാക്കിയുടെ നിഞ്ച 300ന് 10,000 രൂപ പ്രൈസ് കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കവാസാക്കിയുടെ നിഞ്ച 650ക്ക് 25,000 രൂപയും കുറച്ചിട്ടുണ്ട്. നിഞ്ച 500ന് 10,000 രൂപയും കുറച്ചിട്ടുണ്ട്. ഇത് ഒക്ടോബർ 31 വരെയാണ് വാലിഡിറ്റി വരുന്നത്. അടുത്തത് ബജാജിൻ്റെ മോഡലിലാണ്. ബജാജിൻ്റെ പൾസർ സീരീസിലെ എല്ലാ മോഡലിനും പ്രൈസ് കുറച്ചിട്ടുണ്ട്. 5,000 രൂപ പ്രൈസ് ഡിസ്കൗണ്ട് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് സുസുക്കിയുടെ ഭാഗത്തു നിന്നാണ്. സുസുക്കിയുടെ ആക്സസ് 125 ഇപ്പം ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ മോഡൽ ഉടൻ തന്നെ വരുന്നുണ്ട്. 2025 മോഡൽ ആക്സസ് 125 ആണ് വരാൻ പോകുന്നത്. വണ്ടിക്ക് ഡിസൈൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് ഫീച്ചേഴ്സും വണ്ടിക്ക് വരാൻ ചാൻസ് ഉണ്ട്. 2025 കൂടി ആയിരിക്കും വണ്ടി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് എൻഫീൽഡിന്റെ ഭാഗത്തു നിന്നാണ്. എൻഫീൽഡിന്റെ ഹിമാലയൻ 450ന്റെ ട്യൂബ്ലെസ് മോഡൽ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ട്യൂബ്ലെസ് എന്ന് പറയുമ്പോൾ സ്പോക്ക് വീലിൽ നമുക്ക് ട്യൂബ്ലെസ് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു ട്യൂബ്ലെസിന്റെ അപ്ഡേറ്റ്. കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു പഞ്ചറിന്റെ പ്രശ്നമൊക്കെ കിട്ടുന്നുണ്ട് ഓഫ് റോഡ് യൂസ് ചെയ്യുമ്പോൾ. ഈ സ്പോക്ക് വീലിൽ ട്യൂബ്ലെസ് ടയർ വരുന്നതുകൊണ്ട് തന്നെ ഇനി പഞ്ചറിന്റെ പ്രശ്നം പേടിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഷോറൂമിലേക്ക് ഈ ഒരു ടയർസ് എത്തിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വരുന്നത് 12,000 രൂപയാണ് 2 ടയറിന്. നാലാമത്തെ അപ്ഡേറ്റ് യമഹയുടെ ഒരു ലോഞ്ച് അപ്ഡേറ്റ് ആണ്. YZF R9 ആണ് ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്ന മോഡൽ. വണ്ടി ഗ്ലോബലി ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ 9-ാം തീയതിയാണ്. വണ്ടിന്റെ ഒഫീഷ്യൽ ടീസറും പുറത്തു വിട്ടിട്ടുണ്ട്. യമഹയുടെ ഒരു ഫുള്ളി ഫെഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ സ്പോർട്ട് മോട്ടോർസൈക്കിൾ ആണ്. ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ 2025 കൂടിയായിരിക്കും ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നത്. എഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ MT-09 ഉപയോഗിച്ചിട്ടുള്ള സെയിം എഞ്ചിനാണ്. 888cc ഇൻലൈൻ 3 സിലിണ്ടർ എഞ്ചിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു എഞ്ചിലെ മാക്സിമം പവർ 118 bhp ആണ്. മാക്സിമം ടോർക്ക് 93 Nm ആണ്. 6 സ്പീഡ് ഗിയർ ബോക്സിലാണ് വണ്ടി വരുന്നത്. അഞ്ചാമത്തെ അപ്ഡേറ്റ് KTMന്റെ ഭാഗത്തു നിന്നാണ്. KTMന്റെ കുറച്ച് മോഡൽ ഇന്ത്യയിലേക്ക് ഉടൻ തന്നെ വരാൻ പോകുന്നുണ്ട്. നമ്മൾ വിചാരിച്ചത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരുപാട് മോഡലൊക്കെ ഉണ്ട്. ഏകദേശം 5ഓളം മോഡലാണ് KTM അൺവീൽ ചെയ്യാൻ പോകുന്നത്. നവംബർ മാസത്തിലായിരിക്കും അൺവീൽ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ മോഡൽ KTMന്റെ അഡ്വഞ്ചർ 390 2025 മോഡൽ KTMന്റെ ADV 390 ഉണ്ട്. പുതിയൊരു ഡിസൈനിലും പുതിയൊരു സ്പെക്സ് വേസിലും പുതിയ ഫീച്ചേഴ്സിലായിരിക്കും പുതിയ KTMന്റെ ADV 390 വരാൻ പോകുന്നത്. രണ്ടാമത്തെ മോഡൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻഡ്യൂറോ മോഡൽ 390ന്റെ ഒരു എൻഡ്യൂറോ മോഡലും കൂടി അവർ കൊണ്ടുവരുന്നുണ്ട്. ഒരു പക്ക എൻഡ്യൂറോ ടൈപ്പിലാണ് വണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് ബൈക്കാണ് ഉറപ്പായിട്ടും ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്ന മോഡൽ. ബാക്കിയുള്ളത് KTMന്റെ RC 990 ആണ്. ആ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല.